ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചിപ്പി നമ്മുടെ ഇഷിതയെയും അതേപോലെ തന്നെ മഹേഷിനെയും പറ്റിച്ചിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഔട്ടിങ്ങിന് പോയാലോ, ഏതായാലും ഡാഡിക്ക് ഞങ്ങൾ ഔട്ടിങ്ങിന് കൊണ്ടുപോകാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല, എനിക്ക് ചെറിയ പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് അവിടെ നിന്ന് പോവുക. പിന്നീട് കാണിക്കുന്നത് സുചിത്രയാണ്. അപ്പോൾ സുജിയാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് ഓരോ ഈവൻറ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള സംസാരമാണ്. ഏതായാലും ഇന്നത്തെ പ്രോഗ്രാം അടിപൊളിയാകണം, അല്ലെങ്കിലേ ഞാൻ ജോലിക്ക് കയറിയിട്ടുള്ള ആദ്യത്തെ ഇവൻറ്റ്മെൻറ്റാണ്, അതുകൊണ്ട് നല്ല അടിപൊളിയായില്ലെങ്കിൽ ചിലപ്പോൾ അവരെന്നെ പുറത്താക്കിയെന്ന് വരും എന്നും പറഞ്ഞുകൊണ്ട് ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വെക്കുക. അതിനുശേഷം നമ്മുടെ വിനോദിനെ വിളിക്കുകയാണ്. സുജി, നീ എവിടെയാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. അതെ, ഇന്നെൻ്റെ പ്രോഗ്രാം അറിയാലോ, നീ ഏതായാലും ഉണ്ടാവണം. എൻ്റെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും, നിൻ്റെ സപ്പോർട്ടല്ല നിൻ്റെ പ്രസൻസ് എനിക്കുണ്ടാവണമെന്ന്, അതാണ് ഞാൻ പറഞ്ഞത്. ആയിക്കോട്ടെ എന്നേ, ടെൻഷൻ ആവാതേടോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പ്രിയാമണിയുടെ ഭർത്താവും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. ഏതായാലും സുജിയുടെ കാര്യത്തിൽ നല്ലൊരു തീരുമാനം തന്നെ എടുക്കണം, ഇനി അത് വെച്ച് താമസിപ്പിക്കാനായിട്ട് പാടില്ല. വിനോദിനെ അവൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ അത് തന്നെ നിശ്ചയിക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇഷിതയും നമ്മുടെ ചിപ്പിയും കൂടി കയറി വരികയാണ്. അപ്പോൾ ഇവർ ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇതാരാ വന്നിരിക്കുന്നത്, മുത്തശ്ശിയുടെ മോളാണോ എന്നൊക്കെ ചോദിക്കുക. അതെ, ഞാനിന്ന് അമ്മയും കൊണ്ട് ഔട്ടിങ്ങിന് പോവാ. ആണോ? എൻ്റെ മോളെ ഞാൻ വിടില്ല. അതെന്നാ, എൻ്റെ അമ്മയല്ലേ അത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചിപ്പിയുടെ അമ്മ ആരാണ്? ഇത്. അപ്പോൾ ആ അമ്മ പറയുന്നതല്ലേ മോള് കേൾക്കുള്ളൂ? അതെ. അപ്പം അതേപോലെ തന്നെ ഇതെൻ്റെ മോളല്ലേ, അപ്പം ഞാൻ പറയുന്നതല്ലേ കേൾക്കേണ്ടത്. അപ്പം ഞാൻ പറയുന്നത് എൻ്റെ മോൾ അനുസരിക്കും. അയ്യോ മുത്തശ്ശി, ഇന്ന് അമ്മയോട് അങ്ങനെ ഒന്നും പറയാൻ നിൽക്കരുത്. ഞങ്ങൾക്കേ ഔട്ടിങ്ങിന് പോകാനുള്ളതാ, അതുകൊണ്ടാണ് പറഞ്ഞത്. ആണോ? അങ്ങനെയാണെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. അല്ല, എവിടെ സുജി എവിടെ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും വരുന്നു സുജി ഒരുങ്ങി വരിക. ഞാനപ്പോഴേക്കും ഇതാരാണ്? എൻ്റെ ചിപ്പിമോളോ? അതേ സുജിമോളെ. ചിപ്പിയും അമ്മയും കൂടി എവിടെ പോവാ? ഞങ്ങളെ ഒരു ഔട്ടിങ്ങിന് പോകാൻ വേണ്ടിയാ, അച്ഛനും ഉണ്ടേ കൂടെ. അത് കൊള്ളാലോ. അല്ല, നിൻ്റെ ഇവൻറ്റ് മാനേജ്മെൻറ്റൊക്കെ എങ്ങനെയായി? പ്രോഗ്രാമെല്ലാം അടിപൊളിയാക്കോ? അടിപൊളിയാക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം, അതേപോലെ തന്നെ നടക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ ഗസ്റ്റായിട്ട് നിങ്ങൾ രണ്ടുപേരെ ഞാൻ ക്ഷണിച്ചിരിക്കുകയാണ്. അതൊക്കെ വേണോ? ഞങ്ങൾക്ക് അവിടെ ഒരു റോളും ഇല്ലാത്ത, അതൊന്നും കുഴപ്പമില്ലെന്നേ, ഞാൻ നടത്തുന്നതല്ലേ. അപ്പോൾ പിന്നെ നിങ്ങൾ എൻ്റെ സ്പെഷ്യൽ ഗസ്റ്റുകളായിരിക്കും, ചിപ്പിയും ഇഷിതേച്ചിയും. നിങ്ങൾ രണ്ടുപേരും വരണേ. അപ്പോൾ ചിപ്പിയാണെങ്കിൽ അതെ, ഒരു നല്ലൊരു ഇതിന് പോകുന്നതിന് മുമ്പ് തന്നെ മുതിർന്ന ആൾക്കാരുടെ അനുഗ്രഹമൊന്നും മേടിക്കണില്ലേ സുജി? അയ്യോ, ആരുടെ അനുഗ്രഹമാണാവോ മേടിക്കേണ്ടത്? ചിപ്പി മോക്കയുടെ അനുഗ്രഹമാണോ മേടിക്കേണ്ടത്? എന്നാ അനുഗ്രഹിച്ചാലും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അല്ല, ഇവിടെ മുത്തശ്ശിന് നിൽക്കുന്നുണ്ട്, മുത്തശ്ശി നിൽക്കുന്നുണ്ട്, അവരുടെ അനുഗ്രഹം വേണ്ടേ? ശരിയാ, എങ്കിൽ പിന്നെ അവരുടെ അനുഗ്രഹം മേടിച്ച് കളഞ്ഞേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരുടെ അനുഗ്രഹം മേടിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും വന്നേക്കണം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് സുജി അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യാണ്. അപ്പോഴേക്കും ഇനി ചിപ്പിമോളെ നന്നായിട്ട് തന്നെ പെർഫോമൻസ് ചെയ്തല്ലോ. അപ്പോൾ പിന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഔട്ടിങ്ങിന് പോകാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടുക. അപ്പോൾ നമ്മുടെ മഹേഷ് ഒരുങ്ങിക്കെട്ടി വരികയാണ്. എടാ, നിനക്കിന്ന് ലീവാണെന്നൊക്കെ അല്ലേടാ പറഞ്ഞത്? അവർക്ക് രണ്ടുപേർക്ക് ലീവാണ്, എങ്കിൽ പിന്നെ അവരെയും കൂട്ടി ഒന്ന് ഔട്ടിങ്ങിന് പോയിക്കൂടെ? അച്ഛൻ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചില തിരക്കുകളൊക്കെ ഉണ്ട്, CAയുടെ ചില മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് പോയേ മതിയാവുള്ളൂ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വരുന്നു ഇഷിതയും ചിപ്പിയും കൂടി. അപ്പോൾ അവർ ഒരുങ്ങി പിടിച്ചുകൊണ്ട് വരിക. അപ്പോൾ അവർ ഒരുങ്ങി പിടിച്ചുകൊണ്ട് വരുന്നത് കണ്ടപ്പോഴേക്കും ഇവിടെ മുത്തശ്ശൻ ചോദിക്കുകയാണ്, അല്ല എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? അതോ ഇന്ന് അമ്മയ്ക്കും ലീവാണ്, എനിക്കും ലീവാണ്, അതുകൊണ്ട് ഞങ്ങൾ ഔട്ടിങ്ങിന് പോവാ. ഡാഡിയുണ്ട് കൂടെ. ഡാഡിയുണ്ടോ? അത് കൊള്ളാലോ. അപ്പം മുത്തശ്ശനെ കൊണ്ടുപോകുന്നില്ലേ? മുത്തശ്ശനെ അടുത്ത പ്രാവശ്യം കൊണ്ടുപോകാം. ഏതായാലും ഇപ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല, അതുകൊണ്ട് മുത്തശ്ശനെ അടുത്ത പ്രാവശ്യം കൊണ്ടുപോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതേതായാലും കൊള്ളാം. അപ്പോൾ ഡാഡി, നമുക്ക് ഔട്ടിങ്ങിന് പോയാലോ ഡാഡി? നമ്മൾ എങ്ങോട്ടാണ് ഔട്ടിങ്ങിന് പോകുന്നത്? ചിപ്പി മോളെ, ഞാൻ പറഞ്ഞല്ലേ ഔട്ടിങ്ങിന് പോകാനായിട്ട് പറ്റില്ല. ഇഷിതയാണെങ്കിൽ മഹേഷെ കൊച്ച് ആഗ്രഹിച്ചതാണ്, അതുകൊണ്ട് CAയുടെ ഫാമിലി ഗെറ്റ് ടുഗെദർ അല്ലേ, അപ്പോൾ പിന്നെ അതിന് പോയാൽ എന്താ പ്രശ്നം? വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട, അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട് ഇഷിത, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇപ്പം ചിപ്പി വീണ്ടും നിർബന്ധം പിടിക്കുകയാണ്. ചിപ്പി, എത്ര പറഞ്ഞാലും കേൾക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫാമിലി ഗെറ്റ് ടുഗെദർ നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല, അത് തന്നെ കാരണം. പോയി അകത്തേക്ക് പോകാൻ നോക്ക്. അപ്പോൾ ചിപ്പി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുക. അപ്പോൾ ഇഷിതയാണെങ്കിൽ എവിടെ താനൊന്ന് ആശ്വസിപ്പിക്കടോ, അല്ലെങ്കിൽ
കൊച്ചിന് സങ്കടമെന്ന് പറഞ്ഞുകൊണ്ട് ഇഷിതയും പറഞ്ഞു വിടുക മഹേഷ്. അപ്പോൾ നമ്മുടെ ഈ രാമനാണെങ്കിൽ എന്നാലും എടാ നീ ആ ചെയ്ത് തെറ്റായിപ്പോയി കേട്ടോ, കൊച്ച് അത്രയ്ക്ക് ആഗ്രഹിച്ചല്ലേ, നിങ്ങൾ 3 പേരും കൂടെ ഔട്ടിങ്ങിന് പോകണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിട്ടല്ലേ കൊച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത്. നീ എന്നിട്ട് ഇതൊക്കെ തരംതിരിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? അച്ഛാ ദേ ഈ സിയുടെ ഫാമിലി ഗെറ്റ് ടുഗദറിനെ ആദിയും രചനയും ആകാശും ഒക്കെ വരുന്നുണ്ട്. അവരുടെ മുന്നിൽ ഞാൻ ഇവരെയും കൊണ്ട് പോകണോ? പിന്നെ ആദ്യം ആരാണെന്നുള്ള സത്യം തിരിച്ചറിയില്ലേ? ഏതായാലും ഇഷിത ആ സത്യം തിരിച്ചറിയേണ്ടതാണ്. പക്ഷേ ഇത്ര പെട്ടെന്നൊന്നും വേണ്ട, സാവധാനം അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. അല്ലാതെ ഈ ഒരു ഇതിൽ അവളെല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞ് എന്നെ പൊട്ടിത്തെറിക്കും. അത് വേണോ അച്ഛാ? അത് പിന്നെ ഞാൻ ആലോചിച്ചില്ലല്ലോടാ. എങ്കിലും പിന്നെ അങ്ങനെ വേണ്ട, ഏതായാലും നീ തന്നെ പോയിട്ട് വാ, ഞാൻ ആ കാര്യം കൂടുതൽ ചിന്തിച്ചില്ലായിരുന്നു, അതുകൊണ്ടാ എന്നും പറഞ്ഞ് നമ്മുടെ മഹേഷ് ഇറങ്ങി പോവുക. ഇതേ സമയം തന്നെ ചിപ്പിയെ ആശ്വാസപ്പെടുത്തുകയാണ് ഇഷിത. ദേ പിണക്കമാണോ? പിണക്കമാണെങ്കിൽ ഞാനും പിണക്കമാണേ, ഞാനും മിണ്ടൂല, ഞാൻ മിണ്ടാതിരിക്കും. അത് പിന്നെ അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ ഗെറ്റ് ടുഗദറിന് കൊണ്ടുപോകില്ലെന്ന്? അച്ഛൻ ഫാമിലി അല്ലേ, അത് നമ്മൾ ഫാമിലി അല്ലേ, അപ്പോൾ പിന്നെ നമ്മളെ കൊണ്ടുപോയാൽ എന്താ പ്രശ്നം? ആയിക്കോട്ടെ, പക്ഷെ അച്ഛൻ പറഞ്ഞല്ലോ അതിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന്, അതുകൊണ്ടാണല്ലോ. അന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് 2 പേർക്കും കൂടി പോയാലോ? ആണോ? എങ്ങോട്ട് നമ്മൾ പോകേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എങ്കിൽ പിന്നെ നമുക്കൊരു സിനിമക്ക് പോയാലോ ചിപ്പി മോളെ? സിനിമയ്ക്കോ? അത് വേണ്ട, എങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമ്മളെ സുജി ഒരു ഫംഗ്ഷന് ക്ഷണിച്ചിട്ടില്ലേ, നമുക്കതിന് പോയാലോ? അപ്പം അവിടെ സുജി ഉണ്ടാവുമോ? പിന്നല്ലാതെ അവിടെ സുജി ഉണ്ടാവും. നമുക്ക് സുജിയുടെ അടുത്തേക്ക് പോയാലോ? ഏതായാലും നമുക്ക് 2 പേർക്ക് ക്ഷണം കിട്ടിയതല്ലേ, എങ്കിൽ പിന്നെ അങ്ങോട്ട് പോകാം, അടിപൊളി എന്നും പറഞ്ഞുകൊണ്ട് ഇവർ 2 പേരും കൂടി നേരെ ഇറങ്ങുക. അപ്പോൾ രാമൻ ചോദിക്കുകയാണ്, ആഹാ പിണക്കമെല്ലാം മാറിയോ? പിന്നെ പിണക്കമെല്ലാം മാറി, ഞങ്ങളെ സുജി ഒരു ഫംഗ്ഷൻ ക്ഷണിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഏതായാലും സുജിയുടെ ഫംഗ്ഷന് പോകാനായിട്ട് പോവുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് ഇറങ്ങുക. രാമനാണെങ്കിൽ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സന്തോഷം തോന്നുകയാണ്. ഇതേ സമയം തന്നെ സുജിയാണെങ്കിൽ എല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാം കറക്റ്റാണോ പെർഫെക്റ്റ് ആണോ എന്നൊക്കെ നോക്കുക, ഓടി നടന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ റിസപ്ഷനിൽ പോയി നോക്കുക, അങ്ങനെ കൂട്ടുകാരെ വിളിച്ച് എല്ലാം ഓക്കെ ആവണോട്ടോടി, ഒന്നിനും ഒരു കുറവ് വരാൻ പാടില്ല, അങ്ങനെ ജ്യൂസ് എടുത്ത് കുടിച്ച് നോക്കുക. ദേ ഈ ജ്യൂസ് എല്ലാം വരുന്നവർക്ക് കൊടുക്കണം, ഞാൻ കുടിച്ച ജ്യൂസ് അല്ല, അതങ്ങോട്ട് മാറ്റി വെച്ചാൽ കേട്ടോ, ഇതൊന്നും ആർക്കും എടുത്ത് കൊടുക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും പറയാം. അങ്ങനെ CEO എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിരിക്കുകയാണ്. ദേ ഈ ഇതൊക്കെ സ്പെല്ലിംഗ് എല്ലാം ശരിയാണെന്ന് നോക്കിക്കോട്ടോ. ഒരു ദിവസേ ഞങ്ങളൊരു അമ്പലപ്പറമ്പിൽ കണ്ണകിയുടെ കണ്ണകി എന്ന് എഴുതേണ്ട പകരം കൊണ്ണകി എന്ന് എഴുതി വെച്ചത്, അതുകൊണ്ട് എല്ലാവരും കളിയാക്കി കൊന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്പെല്ലിംഗ് എല്ലാം കറക്റ്റായിട്ട് തന്നെ വേണമെന്ന്. അതിലും എഴുതി വെച്ചിരിക്കുന്നത് CEO അസോസിയേഷൻ എന്നാണ്. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഓരോരുത്തരും വരുന്നത്, ഓരോ സിഒമാരിങ്ങനെ വരിക. അപ്പോൾ അവരെല്ലാം ക്ഷണിച്ച് ഇന്ന സ്ഥലത്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ദേ വരുന്നു മഹേഷിനെ കണ്ടപ്പോൾ സുജി ആകെ അന്തം വിട്ടു. അയ്യോ ചേട്ടൻ ഇവിടെയോ? അയ്യോ ചേട്ടനും പങ്കെടുക്കുന്നതായിരുന്നോ? നീയായിരുന്നോ ഇവിടുത്തെ ഇത്? ഞങ്ങളാണ്, ഞങ്ങളുടെ മാനേജ്മെൻറ്റാണിത് ഏറ്റെടുത്തിരിക്കുന്നത്. അതേതായാലും കൊള്ളാം. അല്ല എന്താ ചേച്ചിയെയും മോളെയും കൊണ്ടുവരാതിരുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ കൊച്ചിന് ഒരു പരിപാടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ തിരക്കിലാണ് എന്ന് കള്ളം പറയുകയാണ് മഹേഷ് സുജിയോട്. ചേട്ടാ പിന്നെ മേളിലാണ് കേട്ടോ, മേളിലോട്ട് കയറി പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ അങ്ങോട്ട് പറഞ്ഞു വിടുക. അപ്പോൾ നമ്മുടെ മഹേഷ് ആണെങ്കിൽ എടാ മോനെ ആദി, നിന്നെ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്, നീ ഇന്ന് ഇവിടെ വരുമോയെന്ന് എനിക്കറിയാം മോനെ, നിന്നെ കാണാൻ വേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വേറെ 2 സിഒമാർ വന്നിട്ട് കുശുമ്പ് കുത്തുകയാണ് മഹേഷിനോട്. ആകാശ് മേനോൻ എന്തൊക്കെയോ മേടിക്കാൻ പോകുന്നതെന്നൊക്കെ അറിഞ്ഞല്ലോ, അതിൽ നിങ്ങളെ ഒഴിവാക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. ആണോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അല്ല ആകാശാണ് പറഞ്ഞത്. ആകാശിനെ അറിയുമെങ്കിൽ ആകാശിനോട് പോയി ചോദിക്കുക, അല്ലാതെ എന്നോട് വന്ന് ചോദിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. അങ്ങനെ ചമ്മിന്ന് അറിയിട്ട് ഇവരവിടെ നിന്ന് എണീറ്റ് പോവുകയും ചെയ്യാണ്. അങ്ങനെ പിന്നീട് കഴിഞ്ഞപ്പോഴേക്കും ദേ വരുന്നു നമ്മുടെ ആദിയും രചനയും അതേപോലെ തന്നെ ആകാശും കൂടി. അപ്പോൾ ആദ്യമാണെങ്കിൽ അതെ അങ്കിളെ ഞാൻ ഇവിടേക്ക് ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാവേ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചങ്ങോട്ട് പോവുക. ഇവർ 2 പേരും കൂടി നേരെ മുന്നിലേക്ക് ചെന്നപ്പോൾ സുജിയുടെ മുന്നിൽ പെട്ടു. നിങ്ങളും ഉണ്ടായിരുന്നല്ലേ? സുജിയോ, നിനക്കെന്താ ഇവിടെ? എൻ്റെ കമ്പനിയാണ് ഇവിടെ മാനേജ് ഏറ്റെടുത്തിരിക്കുന്നത്. എനിക്കറിയാം അതിലെ ഓണറെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. ഒരാവശ്യമൊന്നുമില്ല, നോ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് കയറി പോയി കഴിയുമ്പോഴത്തേക്ക് ആകാശ് ഈ സുജിയുടെ മുഖത്തൊന്ന് കണ്ണെടുക്കുന്നില്ല. അവൾ ഓരോ ദിവസം കഴിയുന്തോറും ബ്യൂട്ടി ആയിട്ട് വരികയാണല്ലോ രചന. എന്താ നിങ്ങൾ സൗന്ദര്യ മത്സരത്തിന് മാർക്കിടാൻ വേണ്ടി വന്നിരിക്കുകയാണോ, അല്ലെങ്കിൽ സിഒയുടെ ഇതിന് പങ്കെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണോ? നിങ്ങൾ ഇങ്ങോട്ട് വന്നണ്ടേ. അങ്ങനെ ഇവരെ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ദേ 2 സിഒമാർ ഇവരുടെ അടുത്തേക്ക് വരിക. അപ്പോൾ ഇവരുടെ അടുത്ത് വന്നു കഴിഞ്ഞ് അതേതായാലും കൊള്ളാം, അവിടെ ആകാശ് മേനോൻ ഇരിക്കുന്നുണ്ട്.
അവിടെ മഹി ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ഒരേ ഇതൊക്കെ മേടിക്കാൻ പോകുന്നത് അയാൾക്ക് വലിയ കുറച്ചിലായിട്ടാണ് പറയുന്നത്. ഒന്നും അറിയാത്തതുപോലെ ഇരിക്കുക. ആണോ? എങ്കിലേ അയാളുടെ CEO ചെയറ് തെറിപ്പിക്കാനുള്ള സമയമായി. അതുകൊണ്ട് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞു കൂട്ടുന്നത്. ദേ രചന, കണ്ടോ നിന്റെ എക്സിൻ്റെ ഇരിപ്പ് കണ്ടില്ലേ? അവനിട്ടൊരു പണി കൊടുത്താലോ? ആദ്യം ഇപ്പം ഇങ്ങോട്ട് വിളിച്ചു വരുത്തണം. എന്തിന്? വേണ്ട, സത്യാവസ്ഥ എപ്പോഴെങ്കിലും പുറത്തു വരും. അങ്ങനെ പുറത്തു വന്നു കഴിഞ്ഞാൽ ചിപ്പിയെ നമുക്ക് നഷ്ടപ്പെട്ടതുപോലെ ആദ്യം നമുക്ക് നഷ്ടപ്പെടില്ലെന്ന് ആര് കണ്ടു? അതിൻ്റെ കാര്യം ഓർത്ത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല രചന. പക്ഷേ അവൻ നമുക്കൊരു വീഡിയോ അയച്ചതായിട്ട് നീ ഓർക്കുന്നുണ്ടോ? അവർ രണ്ടുപേരും നല്ലോണം സംസാരിച്ചിരുന്ന പോലെ. പക്ഷേ അതൊന്നും മാറ്റി തിരുത്തണ്ടേ? അതുകൊണ്ട് തന്നെ ആദ്യനെ വിളിച്ചിങ്ങോട്ട് വരുത്തണം. അങ്ങനെ ആദ്യം വിളിക്കുകയാണ്. എന്താങ്കളെ, മോൻ ഇങ്ങോട്ട് വാ, അന്ന് വഴി പറഞ്ഞാ എന്നും പറഞ്ഞുകൊണ്ട് വഴിയെല്ലാം പറഞ്ഞു കൊടുത്ത് കൊച്ചങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ദേരിക്കുന്നു നമ്മുടെ മഹേഷ്. അപ്പോൾ മഹേഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴേ ഇതാരത്? അപ്പോൾ മഹേഷാണേ മോനെ ആദി. എന്താ മോനെ? ദേ അന്ന് ടെക്സ്റ്റൈൽസ് വെച്ച് കണ്ടപ്പോഴും എല്ലായിടത്തും വെച്ച് കണ്ടപ്പോഴും എന്നോട് ഒരുപാട് സ്നേഹത്തോടെയല്ലേ നീ സംസാരിച്ചത്? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ആദി ചോദിക്കുക, നിങ്ങൾ ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞെട്ടിപ്പോവുകയാണ് മഹി. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. ബൈ.